എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വെള്ളരിക്കയും തൈരും കൂടെ കൂട്ടിയൊരു ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു കറി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ ഇവിടെ നട്ട് വളർത്തിയ വെള്ളരിക്കയിൽ നിന്നാണ് വെള്ളരിക്ക പറിക്കുന്നത്. ഞങ്ങളിപ്പോൾ UAE-യിലാണ്. അവിടെ ഞാൻ വിഷുവിന് കിട്ടിയ കണിവെള്ളരിയിൽ നിന്ന് വിത്തിട്ട് മുളപ്പിച്ച വെള്ളരിക്കയാണ്. കുറേ വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ എനിക്ക് അത്യാവശ്യത്തിന് ശകലം ചീരയൊക്കെ ഉണ്ട്. വെള്ളം എന്നും വരുന്നത് കൊണ്ടത് നന്നായിട്ട് കിളുത്ത് വരുന്നത്. ഇന്ന് അതിൽ നിന്നൊരു വെള്ളരിക്ക പറിച്ചതാണ്. ഇന്ന് തന്നെ ഞാനൊരു 3 വെള്ളരിക്ക പറിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എവിടെയൊക്കെ ആയിട്ട് വെള്ളരിക്ക ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പഴുത്തിരിക്കുന്ന വെള്ളരിക്ക അങ്ങ് പറിക്കാമെന്നും അതാണ് ഞാനിന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നത്. നല്ല രുചിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും വളരെ സ്വാദിഷ്ടമായ ഒരു വെള്ളരിക്കാനാണ് ഇവിടെ. കുറച്ച് ചീരയൊക്കെ ഉണ്ട്. എന്നും ഇപ്പം ആഴ്ചയിൽ ഞാൻ 2 പ്രാവശ്യമൊക്കെ ചീരക്കറിയൊക്കെ കൂട്ടും. ഇതിൽ നിന്ന് പറിച്ചുകൊണ്ട് പിന്നെ മസ്കി മെലനൊക്കെ ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ ഗാർഡൻ. ഇതാണ് ഞാനിവിടുന്ന് പറിച്ചിരിക്കുന്ന വെള്ളരിക്ക. ഇത്രയും വലിപ്പമൊക്കെ ഉണ്ടാകുന്ന വെള്ളരിക്കയാണ്. അത് ഞാൻ അടുത്തുള്ളവർക്കൊക്കെ ഓരോന്ന് വിധം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്ന് ഞാൻ കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് ഞാൻ വലിയ വെള്ളരിക്ക തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ക്യൂബ്സായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ തന്നെ നട്ട് വെച്ച ചെടിയിൽ നിന്ന് കായ ഉണ്ടായി പറിക്കുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമല്ലേ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഉണ്ടാക്കിയ ഒരു കറിയാണ് ഇന്നത്തെ ഈ വെള്ളരിക്കയും തൈരും കൂടെ ചേർത്ത കറി. ഇത് സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ടും ഈ വെള്ളരിക്ക നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴത്തെ കറുപ്പൊക്കെ പോകാൻ ഇത് വട്ടത്തിൽ കട്ട് ചെയ്ത് കണ്ണിലിങ്ങനെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറും. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇത് തന്നെയാണ് വെള്ളരിക്ക. വൈറ്റമിൻ C ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തു. അതിനോടൊപ്പം ഒരു പച്ചമുളകും 2 കറിവേപ്പിലയും കൂടെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഗ്യാസിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചതിന് ശേഷം ഇതിന് കുറച്ച് അരപ്പും കൂടെ റെഡിയാക്കാം നമുക്ക്. അതിന് വേണ്ടുന്ന അരപ്പ് തേങ്ങ, പച്ചമുളക്. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി എരിവിൻ്റെ അനുസരിച്ച് ഞാനത് കഴിഞ്ഞൊരു 3 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ശകലം ജീരകം, 3 പച്ചമുളക്, ഇത്രയാണ് ഞാൻ ഇതിന് അരപ്പിനായിട്ട് വേണ്ടുന്നത് എടുക്കുന്നത്. ഇത് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞ് നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കണം. അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി അത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്ത് കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ചേർക്കാനുള്ളൂ. അത് കഴിഞ്ഞ് കടുക് താളിക്കുക, ശകലം ഉലുവയും കടുകും ഒക്കെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.